Good morning, all. Last class discuss ചെയ്തത് ബൈവേരിയേറ്റ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും പിന്നെ കുറച്ച് പ്രോബ്ലംസും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആൻഡ് വേരിയൻസും ഈക്വൽ ടു ലാംഡ ആണ്. അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. ആ പേരിൽ തന്നെ ഉണ്ട്. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാല് രണ്ട് വേരിയബിൾ ഉള്ള റാൻഡം വേരിയബിളിന്റെ കേസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ഓർ 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ എന്നും പറയും. ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ഓർ 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് 1 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ ആണ്. ഒരു റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ്, ആ ഫോമിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് 1 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ ആണ്. നെക്സ്റ്റ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ മീൻസ് 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ. 2 ഡയമെൻഷൻ റാൻഡം വേരിയബിൾ എന്താന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഒരു കോളേജിലെ ഒരു സർവേ എടുക്കുന്നു. മൊത്തം കുട്ടികളെ ഒരു സർവേ എടുക്കുന്നു. സർവേ എന്ന് വെച്ചാല് മൊത്തം കുട്ടികളെ ഹൈറ്റും വെയിറ്റും മെഷർ ചെയ്തിട്ടുള്ള ഒരു സർവേ ആണ്. അപ്പോ ഹൈറ്റും വെയിറ്റും ആ കോളേജിലെ മൊത്തം കുട്ടികളെ സ്റ്റുഡൻസിന്റെയും ഹൈറ്റും വെയിറ്റും സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സർവേ ആണ്. അപ്പൊ അവിടെ ഒരു കുട്ടിക്ക് തന്നെ 2 മെഷർമെന്റ് ഉണ്ടാവും, ഹൈറ്റും വെയിറ്റും. അങ്ങനെ ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ആ കോളേജിലെ മൊത്തം സ്റ്റുഡൻസ് ആണ് അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. മൊത്തം സ്റ്റുഡൻസിന്റെ സെറ്റ് ആണ് അവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ആ സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റ് ആണ് ഓരോ സ്റ്റുഡന്റും. അപ്പൊ ഓരോ സ്റ്റുഡന്റിനെയും നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ആ സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡൻസിന് 2 ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, ഒന്ന് ഹൈറ്റും ഒന്ന് വെയിറ്റും. അപ്പൊ അങ്ങനെ ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 റാൻഡം ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എടുത്ത റാൻഡം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൈറ്റും ഒന്ന് വെയിറ്റും ആണ്. അപ്പൊ ഒരു സാമ്പിൾ സ്പേസിലെ ഓരോ എടുത്ത എലമെന്റ് അല്ലെങ്കിൽ ഇവന്റ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റുഡൻസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 റാൻഡം ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റാൻഡം ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ് വൈ എന്നുള്ള ഫോമിലാണ്. ഒന്നുമില്ല, ഒരു കോളേജിലെ സ്റ്റുഡൻസിന്റെ ഹൈറ്റും വെയിറ്റും മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മള് അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഹോൾ സ്റ്റുഡൻസ് ആണ്. ഇവന്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻസും ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻസിന്, അതായത് ഒരു വിഷ്ണു ആണെങ്കിൽ ആ കുട്ടീനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 റാൻഡം ഫംഗ്ഷൻ ഉണ്ടാവും, ഒന്ന് ഹൈറ്റും ഒന്ന് വെയിറ്റും. അങ്ങനെ ഓരോ റാൻഡം ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് റാൻഡം ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റാൻഡം ഫംഗ്ഷൻ പറയുന്ന പേരാണ് റാൻഡം വേരിയബിൾ, ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ഓർ 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വിഷ്ണു എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻസ്, അത് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റ് ആണ്, ഹോൾ സ്റ്റുഡൻസിലെ ഒരു എലമെന്റ് ആണ്. ആ സ്റ്റുഡൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൈറ്റ് വി ഓഫ് ടിയും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ ഓഫ് ടിയും ഉണ്ടാവും. അതായത് ഓരോ ഫംഗ്ഷനും ഓരോ റിയൽ നമ്പർ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെയർ ഓഫ് നമ്പറിനെയാണ്, അതായത് ടി എന്ന് പറയുന്നത് വി അല്ല, ടി ആണ് സ്റ്റുഡന്റ്, ടി ബിലോങ്സ് ടു എക്സ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണെന്ന് വിചാരിച്ചോ, വൈ എന്ന് പറയുന്നത് വെയിറ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ടി എന്ന് പറയുന്ന സ്റ്റുഡൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ എക്സ് ഓഫ് ടിയും ഉണ്ടാവും, കറസ്പോണ്ടിങ് വൈ ഓഫ് ടിയും ഉണ്ടാവും. അങ്ങനെ ഓരോ ഫംഗ്ഷനും
ഓരോ റിയൽ നമ്പർ അസൈൻ ചെയ്യുന്നതിന് ആ പെയർ ഓഫ് നമ്പർ, ഒരു പെയർ ഓഫ് നമ്പർ, അതിനെയാണ് നമ്മൾ ബൈവേരിയേറ്റ് റാൻഡം വാല്യൂ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്താന്ന് മനസ്സിലായോ? എക്സാമ്പിൾ വെച്ച് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യ്. ഒന്നെങ്കിലും മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഓക്കെ. അതായത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കോളേജിലെ മൊത്തം സ്റ്റുഡൻസിന് നമ്മൾ ഒരു സർവേ നടത്തുന്നത്. ആ മൊത്തം കോളേജിലെ സ്റ്റുഡൻസിന്റെ ഓരോ കുട്ടീന്റെയും ഹൈറ്റും വെയിറ്റും നമ്മൾ മെഷർ ചെയ്യുന്നു. എല്ലാ സ്റ്റുഡൻസിന്റെയും ഹൈറ്റും വെയിറ്റും മെഷർ ചെയ്യുന്നു. അപ്പം നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്, നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ കോളേജിലെ മൊത്തം കുട്ടികളാണ് അവിടെ സാമ്പിൾ സ്പേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു എലമെന്റ് ആയിരിക്കും ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാല്, അല്ലെ? അല്ലെങ്കിൽ സിവിൽ എന്ന് പറയുന്ന ക്ലാസ്സിലെ മൊത്തം കുട്ടികളാണ് സാമ്പിൾ സ്പേസിലേഴ്സ് ആയിട്ടുള്ളത്. ഞാൻ എല്ലാവരും ഹൈറ്റും വെയിറ്റും മെഷർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ സാമ്പിൾ സ്പേസിലെ ഓരോ ഇവന്റ് ആണ്, അല്ലെങ്കിൽ ഓരോ എലമെന്റ് ആണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതിനകത്തുനിന്ന് ഞാൻ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻസിനെ, വിഷ്ണുവിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വിഷ്ണുവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഒരു ഹൈറ്റും ഒരു വെയിറ്റും ഉണ്ടാവും, ഇല്ലേ? അതാണ് ഇവിടെ ടി എന്ന് പറഞ്ഞാൽ വിഷ്ണു ആന്ന് വിചാരിച്ചോ. ടി ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞാല് മൊത്തം ആ ടി എന്ന് പറയുന്നത് വിഷ്ണു എന്ന് പറയുന്ന സ്റ്റുഡന്റ് സിവിൽ എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പോ ആ വിഷ്ണുവിന് രണ്ട് മെഷർമെന്റ് ഉണ്ടാവും, ഒന്ന് ഹൈറ്റും ഒന്ന് വെയിറ്റും. ഒന്ന് ഹൈറ്റും ഒന്ന് വെയിറ്റും. അപ്പൊ ഇനി വേറൊരു കുട്ടീനെ ചൂസ് ചെയ്യുന്നത്, വേറൊരു കുട്ടീനെ എന്നാ ആദിത്യാന്ന് വിചാരിച്ചോ. ആദിത്യനെ ചൂസ് ചെയ്യുമ്പോൾ ആദിത്യക്കും ഉണ്ടാവും ഒരു ഹൈറ്റും ഒരു വെയിറ്റും. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിലെ ഏതൊരു എലമെന്റിനെ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മെഷർമെന്റ് ഉണ്ടാവും, എത്ര ഇതുണ്ടാവും നമുക്ക് മെഷർ ചെയ്യുന്നത്? ഒരു ഹൈറ്റും ഉണ്ടാവും ഒരു വെയിറ്റും ഉണ്ടാവും. അപ്പൊ അവിടെ രണ്ട് റാൻഡം ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ലേ ഓരോ കുട്ടിക്കും കറസ്പോണ്ടിങ് ആയിട്ട്? ഒന്ന് ഹൈറ്റ് ആണ്, ഒന്ന് ഏതൊരു എലമെന്റിനെ എടുത്താലും ഏതൊരു കുട്ടീനെ എടുത്താലും ആ കുട്ടിക്ക് ഒരു ഹൈറ്റും ഉണ്ടാവും ഒരു വെയിറ്റും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റാൻഡം ഫംഗ്ഷൻ, അതിനെ നമ്മൾ റാൻഡം ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെ ടി ബിലോങ്സ് ടു എസ് ആണെങ്കിൽ എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടി എന്ന് പറയുന്നത്, എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്, വൈ ഓഫ് ടിയും ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഹൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കൂലേ, റിയൽ നമ്പർ ആയിരിക്കൂലേ? അതുപോലെ വെയിറ്റ് എന്ന് പറയുന്നതും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ ഒരു സാമ്പിൾ സ്പേസിലെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു റാൻഡം ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ അസൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ആ റാൻഡം ഫംഗ്ഷൻ റിയൽ നമ്പറിലേക്കായിരിക്കും ആ ഫംഗ്ഷൻ പോകുന്നത്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും, വൈ ഓഫ് ടിയും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അങ്ങനെ ഒരു സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റിന്, അതായത് ഒരു സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് മെഷർമെന്റ് ഉണ്ടാവും, ഒന്ന് ഹൈറ്റും ഒന്ന് വെയിറ്റും. അതായത് രണ്ട് റാൻഡം ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റാൻഡം ഫംഗ്ഷനെയാണ് നമ്മൾ 2 ഡയമെൻഷണൽ റാൻഡം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പം കോയിൻ ടോസിങ് എക്സ്പെരിമെന്റിൽ എക്സ് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഹെഡും ടെയിലും ആണെങ്കിൽ അവിടെ ഒറ്റൊരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. എക്സ് ഡിനോട്ട് ഹെഡ് ആണെങ്കിൽ ഒരു വേരിയബിൾ മാത്രമല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇവിടെ സാമ്പിൾ സ്പേസിൽ ഒരു എലമെന്റിനെ എടുക്കുവാണെങ്കിൽ ആ എലമെന്റിന് തന്നെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഒന്ന് ഹൈറ്റും ഒന്ന് വെയിറ്റും. അങ്ങനെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരുവാണെങ്കിൽ ആ റാൻഡം ഫംഗ്ഷനെ പറയുന്ന പേരാണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? ഡൗട്ട് ബൈവേരിയറ്റ് റാൻഡം വേരിയബിളിന്റെ എക്സാമ്പിൾ എഴുതിക്കോ, സോറി ഡെഫിനിഷൻ എഴുതിക്കോ. ലെറ്റ് എസ് ബി എ സാമ്പിൾ സ്പേസ്, ഡെഫിനിഷൻ ആണ്. ലെറ്റ് എസ് ബി എ സാമ്പിൾ സ്പേസ്, ലെറ്റ് എസ് ബി എ സാമ്പിൾ സ്പേസ് associated with a random experiment. SBA sample space associated with a random experiment. Let x of t and y of t be a two random function. Let x of t and y of t be two random function. X of t, y of t be two random function. And assign a real number to each outcome and assign a real number to each outcome t belongs to S. Each outcome t belongs to S. Then ordered pair xy is called. A bivariate random variable or xd. Then xy is called a bivariate random variable or two-dimensional random variable or bivariate random variable or two-dimensional random variable or bivariate random function. ഒന്നുകൂടി പറയാം. Let S be a sample space associated with a random experiment. Let x of t, y of t be a two random function and assign a real number to each outcome. T belongs to S. Then x ordered pair xy is called a bivariate random variable or two-dimensional random variable or bivariate random vector. അതായത് x എന്ന് പറയുന്നത് ഹൈറ്റ് ആണെന്ന് വിചാരിച്ചോ, y എന്ന് പറയുന്നത് വെയിറ്റ് ആണെന്ന് വിചാരിച്ചു. സപ്പോസ് എക്സ് ഈസ് ഹൈറ്റ് ആൻഡ് വൈ ഈസ് വെയിറ്റ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഹോൾ സ്റ്റുഡൻസ് ആണ്. ദെൻ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ് ടി ബിലോങ്സ് ടു എസ് ആണെങ്കിൽ ഐ എസ് ഓരോ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഓഫ് ടിയും ഉണ്ടാവും, കറസ്പോണ്ടിങ് ഒരു വൈ ഓഫ് ടിയും ഉണ്ടാവും. ഇങ്ങനെ ടു റാൻഡം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇത് ഡിസ്ക്രീറ്റിന്റെ കേസിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ, അതായത് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര ആയിരിക്കും. വൈ എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം ഇതൊന്ന് നോട്ട് ചെയ്തോ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ് takes the values x equal to 0, 1, 2, 3 etc. Y takes the value y equal to 0, 1, 2, 3 etc. Next side heading ediko joined probability mass function of random variable. Joined probability mass function of random variable. Joined probability mass function of random variable.
എക്സിന്റെയും വൈന്റെയും ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ആയ എക്സിന്റെയും വൈന്റെയും പ്രോബബിലിറ്റി ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എഴുതിക്കോ. ഇഫ് ഓർഡേർഡ് പെയർ എക്സ് വൈ ഈസ്, ഇഫ് ഓർഡേർഡ് പെയർ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ ആണ്. ഇഫ് ഓർഡേർഡ് പെയർ എക്സ് വൈ ഈസ് എ ടു ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ, ടു ഡയമെൻഷണൽ discrete random variable, discrete random variable, then p of x equal to x. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വൺ ഡയമെൻഷന്റെ കേസിൽ p of x equal to x മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഒന്നുകൂടി ഉണ്ടാവും, y equal to y equal to p of x y. p of x equal to x comma y equal to y equal to p of xy is called the joint probability mass function of xy, ordered pair xy. ഒന്നുമില്ല, എക്സിന്റെയും വൈന്റെയും പ്രോബബിലിറ്റി കമ്പൈൻ ചെയ്ത് തരുന്നതിനാണ് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി, അതായത് വൺ ഡയമെൻഷണൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരുന്നു? What is the property of probability? Probability mass functionന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? വൺ ഡയമെൻഷണൽ പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി എന്താ? പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞാൻ പേര് വിളിക്കുക. റിൻഷ, വാട്ട് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് പ്രോബബിലിറ്റി? അത് ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലം ചെയ്തതാ. എന്തായിരിക്കും പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി? ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മളെ കോൺസ്റ്റന്റ് കെന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചതാ. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഓരോ പ്രോബബിലിറ്റിയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും ആ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. ജോയിന്റ് പ്രോബബിലിറ്റിന്റെ കേസിലും എഴുതിക്കോ. പ്രൊവൈഡഡ് ഫസ്റ്റ് പ്രോപ്പർട്ടി p of xy greater than or equal to 0 and second property sigma over, അവിടെ x മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ sigma over x, sigma over y, p of xy equal to 1. sigma over x, sigma over y, f of p of xy equal to 1. എഴുതിക്കോ. then the triplet x y p of xy, x y comma p of xy is called a joint probability distribution of fxy, is called joint probability distribution of joint probability distribution of xy, is called joint probability distribution of xy.
ഒന്നുമില്ല. ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാല് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ആയ എക്സിന്റെയും വൈന്റെയും പ്രോബബിലിറ്റി ഒരുമിച്ച് തരുന്ന പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, പി ഓഫ് വൈ ഈക്വൽ ടു വൈ, ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ, ആ ഫോമിൽ തരുന്നതിനാണ് ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ ഈക്വൽ ടു 1 ആയിരിക്കും. അടുത്തത് അപ്പം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 1 ഡയമെൻഷന്റെ കേസിൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പി എക്സ് കറസ്പോണ്ടിങ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് x1 x2 എക്സ് ടേക്സ് ദി വാല്യൂ x1 x2 എക്സെട്ര എക്സ് തന്നെയാണെങ്കിൽ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി പി ഓഫ് x1 പി ഓഫ് x2 എക്സെട്ര പി ഓഫ് xn. ഇതേ ഫോമിലാണ് 1 ഡയമെൻഷണൽ റാൻഡം വേരിയബിളിന്റെ കേസിൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത്. അപ്പൊ 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിളിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ആയിട്ടാണ് വരിക. ഇത് എക്സ് കറസ്പോണ്ടിങ് വൈ, എക്സ് ടേക്സ് ദി വാല്യൂസ് x1 x2 എക്സെട്ര xn, y takes the value y1 y2 etc yn. x1 y1 probability p of x1 y1 corresponding x1 y2 probability denote p of x1 y2 etc p of x1 yn. Next probability is p of x2 y1 p of x2 y2 etc p of xn yn etc. Next probability is p of xn y1 etc p of xn yn. ഇതേ ഫോമിലാണ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ 1 ഡയമെൻഷന്റെ കേസിലാണെങ്കിൽ ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എക്സും corresponding p of xum. X takes the values x1 x2 etc xn, corresponding probability p of x1 p of x2 etc p of xn. ഒന്ന് ഈ ബോക്സ് ഒന്ന് വരച്ചു വെച്ചേ. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതിക്കോ. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ്. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ്. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പി ഓഫ് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ വൈ പി ഓഫ് എക്സ് വൈ എഴുതി വെച്ചോ. പി ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ വൈ പി ഓഫ് എക്സ് വൈ. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാല് എക്സ് കറസ്പോണ്ടിങ് വൈ, എക്സ് ടേക്സ് ദി വാല്യൂസ് x1 x2 x3 corresponding y y1 y2 y3. x1 y1 corresponding probability x1 ന് corresponding ആയിട്ട് p11, x1 y2 ന് corresponding probability p12, x1 y3 ക്ക് corresponding ആയിട്ടുള്ള probability p13, x2 y1 ന് corresponding probability p21, corresponding probability p22, p23, p31, p32, p33. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെയാണ്
മാർജിനൽ അതായത് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ തന്നാല് അതിനകത്ത് എക്സിന്റെ മാത്രം പ്രോബബിലിറ്റി ഫംഗ്ഷനെ പറയുന്ന പേരാണ് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ്. അത് മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇതാണ് പി എക്സ് ഓഫ് എക്സ്, ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ റോ എലമെന്റ്സിന്റെ കംപ്ലീറ്റ് പ്രോബബിലിറ്റി ആണ് പി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ വേരി ചെയ്യുന്നത്, ഈ ഒരു ഫസ്റ്റ് റോയിൽ വേരി ചെയ്യുന്നത് y1 y2 y3 ആണ്. x1 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ പ്രോബബിലിറ്റിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, പി എക്സ് ഓഫ് x1 അല്ലെ. ഫസ്റ്റ് റോയില് y ആണ് വേരി ചെയ്യുന്നത്, y1 y2 y3 എക്സെട്ര. x1 കോൺസ്റ്റന്റ് ആണ്. അതുപോലെ സെക്കൻഡ് റോ നോക്കിയേ, സെക്കൻഡ് റോന്റെ അകത്ത് x2 കോൺസ്റ്റന്റ് ആണ്, y ആണ് വേരി ചെയ്യുന്നത്, y1 y2 y3 ആ ഫോമിൽ. അപ്പൊ പി എക്സ് ഓഫ് x2, ഇത് പി എക്സ് ഓഫ് x3. അപ്പൊ മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് കറസ്പോണ്ടിങ് പി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് മാർജിനൽ പ്രോബബിലിറ്റി ആണ്. എക്സിന്റെ വാല്യൂ x1 x2 x3, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി പി എക്സ് ഓഫ് x1 പി എക്സ് ഓഫ് x2 പി എക്സ് ഓഫ് x3. അതായത് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് റോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ പ്രോബബിലിറ്റിയും ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, എക്സ് കറസ്പോണ്ടിങ് എഫ് ഓഫ്, നമ്മള് 1 ഡയമെൻഷനിൽ ചെയ്ത പോലെ എക്സ് കറസ്പോണ്ടിങ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പി എക്സ് ഓഫ് എക്സ് എന്ന് പറയും, മാർജിനൽ ആയതുകൊണ്ട്. അപ്പോ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്തായിരിക്കും ഇവിടെ? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈ എന്തായിരിക്കും? മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈ എന്തായിരിക്കും? ഈ റോന് കോളത്തിന് താഴെയുള്ള ഓരോ എലമെന്റ്സും ആയിരിക്കും. അതായത് ഇതാണ് പി വൈ ഓഫ് y1 എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കോളത്തിനകത്ത് y1 കോൺസ്റ്റന്റ് ആണ്, എക്സ് ആണ് വേരി ചെയ്യുന്നത്, x1 x2 x3 ആ ഫോമില്. ഇത് പി വൈ ഓഫ് y2 ആയിരിക്കും, ഇത് പി വൈ ഓഫ് y3 ആയിരിക്കും. അപ്പൊ മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, y1 y2 y3 y കറസ്പോണ്ടിങ് പി ഓഫ് y എന്ന് പറഞ്ഞാല് y1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ പി വൈ ഓഫ് y1, ഇത് പി വൈ ഓഫ് y2, ഇത് പി വൈ ഓഫ് y3, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള. ക്ലിയർ അല്ലേ? അതായത് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നാല് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ മാത്രമാണ്. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് എക്സിന്റെ മാത്രം പ്രോബബിലിറ്റി എടുത്ത് എഴുതുന്നതാണ് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ്. വൈന്റെ മാത്രം എഴുതുന്നതാണ് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പറയുന്നത് ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്തോ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർജിനൽ മാസ് ഫംഗ്ഷൻ ഓഫ് y is p y of y equal to sigma over x p y of y. Sigma over x p y of y അല്ല, സോറി, p of x y ആണ്, p of x y. py of y equal to sigma over x p of xy. Next,
സൈഡ് ഹെഡിങ് എഴുതിക്കോ. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് വൈ, രണ്ട് റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിലുള്ള കണ്ടീഷൻ ആണ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് വൈ. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ എയും ബിയും രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ഇത് പ്രോബബിലിറ്റിന്റെ കേസിലാണ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ. സിമിലർലി ബൈവേരിയറ്റിന്റെ ജോയിന്റ് പ്രോബബിലിറ്റിന്റെ കേസിൽ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ മതി, പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ ആണെങ്കിൽ എഴുതിക്കോ. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് വൈ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. സിമിലർലി പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ. If it satisfies all values of x and y, ഇത് important ആണ്. If it satisfies all values of x and y, we will say that x and y are independent random variable. We will say that x and y are independent random variable. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പി ഓഫ് 1 2 ഇങ്ങനെ എഴുതുവാണെങ്കിൽ പി എക്സ് ഓഫ് 1 ഇൻറ്റു പി വൈ ഓഫ് 2 ഇതേ ഫോമിൽ എഴുതുവാണെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പി ഓഫ് 1 2 ഈക്വൽ ടു പി എക്സ് ഓഫ് 1 ഇൻറ്റു പി വൈ ഓഫ് 2 അതേ ഫോമിൽ എഴുതുവാണെങ്കിൽ ആ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്ന്. ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിലെ എസിന് കറസ്പോണ്ടിങ് ആയിട്ട് സാമ്പിൾ സ്പേസ് എസ്, അതിന് സാമ്പിൾ സ്പേസിലെ എലമെന്റ് ആണ് ടി എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ് ടി എന്ന് പറയുന്ന എലമെന്റ്. ആ ടി എന്ന് പറയുന്ന എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഓഫ് ടിയും ഒരു വൈ ഓഫ് ടിയും എന്ന് പറയുന്ന രണ്ട് റാൻഡം ഫംഗ്ഷൻ അസൈൻ ചെയ്യാൻ, റാൻഡം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ആ റാൻഡം വേരിയബിളിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓരോ റാൻഡം ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ അസൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് സാമ്പിൾ സ്പേസിലെ ഒരു ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റാൻഡം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ പറയുന്ന പേരാണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. പിന്നെ പറഞ്ഞത് ഡിസ്ക്രീറ്റ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സും വൈയും ആണെങ്കിൽ അതിനെടുക്കാൻ പറ്റുന്ന വാല്യൂ 0 1 2 3 എക്സെട്ര ആണ്. അതുപോലെ വൈക്കും 0 1 2 3 എക്സെട്ര ആണ്. പിന്നെ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് അടുത്ത് പറഞ്ഞത്. ജോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെയും വൈന്റെയും പ്രോബബിലിറ്റി ജോയിൻ ചെയ്ത് ഒരുമിച്ച് തരുന്നതാണ് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. Properties P of xy greater than or equal to 0. Second property sigma x sigma y equal to 1. നെക്സ്റ്റ് അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര x1 y1 y2 എക്സെട്ര കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡിനോട്ട് ചെയ്യുന്നത് P of x1 y1 P of x1 y2 എക്സെട്ര ഇതേ ഫോമിലാണ്. പിന്നെ പറഞ്ഞത് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ്. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ മാത്രം പ്രോബബിലിറ്റി ഫംഗ്ഷൻ ജോയിന്റ് തന്നാല് എക്സിന്റെ മാത്രം ഫംഗ്ഷന് പ്രോബബിലിറ്റിനെ പറയുന്ന പേരാണ് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ്. അത് ഇതേ ഫോമിലാണ് ഡിനോട്ട് ചെയ്യുക എക്സ് പി എക്സ് ഓഫ് എക്സ്. അതായത് എക്സിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ച് വൈനെ വേരിയേഷൻ കൊടുക്കുന്നത്. x1 എന്ന് പറഞ്ഞാൽ പി എക്സ് ഓഫ് x1 ആയിരിക്കും, x2 എന്ന് പറഞ്ഞാൽ പി എക്സ് ഓഫ് x2 എക്സെട്ര. അതുപോലെ തന്നെയാണ് വൈൻ്റെതും. പിന്നെ പറഞ്ഞത് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് വൈ. രണ്ട് ഇവന്റ് ഇൻഡിപെൻഡന്റ് ആന്ന് പറയണമെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. അതുപോലെ ജോയിന്റിന്റെ കേസിൽ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പറയാം ഈ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ആയ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആന്ന് പറയാം. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അറ്റൻഡൻസ് എടുക്കാം.